കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ അങ്ങനെ പഠിക്കുക നമ്മൾ. അപ്പോഴല്ലേ മഹബത്ത് ഉണ്ടാവുക. ഒരാൾ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം എന്ന് പറയണമെങ്കിൽ എന്താണ് തങ്ങൾ എന്ന് പഠിക്കണ്ടേ, എന്നാലേ ഫോളോ ചെയ്യാൻ പറ്റുക. ഉദാഹരണം പറയാം, ഞാൻ 2-3 ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അർഫഖന്നാസ്, നബി തങ്ങൾ വളരെ സോഫ്റ്റ് ആയ ആളാണ്. അപ്പൊ നമ്മൾക്ക് മഹബത്ത് ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? സോഫ്റ്റ് ആവണം. ആരോടും ചൂടാവരുത്, ആരോടും ദേഷ്യപ്പെടരുത്. കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തുറിച്ചു നോക്കാറില്ല. അപ്പൊ നമ്മൾ ആരെയും തുറിച്ചു നോക്കരുത്. ഞാനിപ്പോ ഈ വയല് പറയുമ്പോൾ ഇതിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ അയാൾക്ക് എന്നെ തോന്നി ഇതെന്താ ഉസ്താദ് എന്നെ നോക്കുന്നു, എന്തേലും ഉസ്താദ് പറഞ്ഞു കൊടുത്തോണ്ട് എന്നെ നോക്കുന്നതാണോ എന്ന്, അങ്ങനെ എന്തെല്ലാം ഡൗട്ടുകൾക്ക് സാധ്യത ഉണ്ട്. നമ്മൾ പൊതുവെ നമ്മളെ നാട്ടിൽ ഈ തുറിച്ചു നോട്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരാൾ മസ്ബൂക്കായാൽ അന്ന് 4 റക്അത്ത് കിട്ടി എല്ലാവരും നോക്കും. ആ മസ്ബൂക്കായ ആക്കെന്നെ തോന്നുന്നു എൻ്റെ തുണിക്കാറ്റ് ഓട്ടുണ്ടോ, അപ്പൊ ഇതെന്താ എല്ലാവരും വേണം നോക്കണം. അയാൾക്ക് ഈ കൾച്ചർ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട കൾച്ചർ വന്നതെന്ന് വെച്ചാൽ അയാളിങ്ങനെ നാട്ടാചാരം അനുസരിച്ച് ജീവിക്കുന്നല്ലാണ്ട് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, പഠിക്കൽ കുറവാണ്. അഭിപ്രായം കൂടുതലായിരിക്കും. മൊത്തത്തിൽ നല്ല പരിപാടി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പഠിക്കൽ കുറവായിരിക്കും. പഠിക്കണം. നമ്മൾ പ്രായമുള്ളവരും ദർസിൽ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61-ാമത്തെ വയസ്സിൽ മുത്തല്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും കൂക്കി വിളിക്കാറില്ല. അത് അവിടുത്തെ സോഫ്റ്റ്നെസ് ആണ്. ദൂരത്തുള്ള ആളെ തങ്ങൾ എങ്ങനെ വിളിക്കല്? ഒരാളെ വിളിച്ചിട്ട് പറയും ഒന്നോരെ വിളിക്കും, അങ്ങനെ. അല്ലെങ്കിൽ തങ്ങൾ എന്നെ പോയിട്ട് വിളിക്കും, അങ്ങനെ വിളിക്കുക. കൂക്കി വിളിക്കൂല. തങ്ങൾ ശബ്ദം ഇടൂലല്ലോ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി, നിങ്ങൾ നബിതങ്ങളെക്കാൾ ശബ്ദം ഉയർത്തരുത്. എവിടെ? തങ്ങളുടെ ജീവിതകാലത്ത്, തങ്ങളുടെ വഫാത്തിന് ശേഷം, തങ്ങളുടെ മദീനയിൽ, തങ്ങളുടെ ഹദീസിന്റെ ദർസിൽ, തങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിൽ, തങ്ങളുടെ ശമായിലിന്റെ ക്ലാസ്സുകളിൽ തങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആള് ശബ്ദം ഉയർത്തുകയേ ചെയ്യില്ല. ഒരാവശ്യത്തിന് മാത്രമുണ്ട്. ശരിക്കും അങ്ങനെയാ വേണ്ടത്. നമ്മൾ റൂമിലേക്കൊക്കെ കയറിയാല് നമ്മൾ റൂമിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നാട്ടുകാർക്ക് മൊത്തം അറിയാനൊന്നും പാടില്ല. വന്ന് നോക്കി അറിയുന്നല്ല, അനങ്ങാണ്ട് നൂറുൽ ഉലമ ഉസ്താദ് ജീവിച്ച പോലെ ഒരു പാവായിട്ട് ചെയ്യാം. അതാണ് മഹബത്ത് എന്ന് പറഞ്ഞാല്. മഹബത്ത് കാരണം കാന അർഫഖന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫ്കിന്റെ ആളാ, സോഫ്റ്റ്നെസിന്റെ ആളാ.